വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ലൂസിഫർ ഒടുവിൽ ആ ഒരു വലിയ കാര്യത്തിന് ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു ഒടുവിൽ. ഈ സംഭവത്തിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന്റെ പിറകിൽ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. കോൺസ്പിറസി തിയറീസ് അല്ല, മോഹൻലാലുമായിട്ട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അതായത് മോഹൻലാൽ വഞ്ചിക്കപ്പെട്ടു, മോഹൻലാൽ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. കാരണം പൃഥ്വിരാജ് ഒരു പ്രിവ്യൂ പോലും മോഹൻലാലിനെ കാണിച്ചില്ല. മോഹൻലാൽ കാണില്ല എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇന്നലെ മേജർ രവി, മോഹൻലാലുമായിട്ട് അടുത്ത് നിൽക്കുന്ന മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം വന്ന് മോഹൻലാലിനെ ന്യായീകരിക്കുകയും പൃഥ്വിരാജിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുമാണ് അദ്ദേഹത്തിന്റെ ലൈവ് പൂർണ്ണമായിട്ടും പോയത്. കാരണം മോഹൻലാൽ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ആണ് അതിനകത്ത് വരാൻ പോകുന്നത് എന്നുള്ളത്. 48 മിനിറ്റാണ് മോഹൻലാൽ അതിനകത്തുള്ളത്. അങ്ങനെ ഒരു വംശീയ വർഗീയ വിദ്വേഷമായിട്ടുള്ള യാതൊരുവിധ ഡയലോഗ് പോലും അതിനകത്ത് ഇല്ലായിരുന്നു. മോഹൻലാൽ ഇത് ആദ്യമായിട്ട് കാണുന്നത് തന്നെ പൃഥ്വിരാജിന്റെ കൂടെ സിനിമ റിലീസായി FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ സിനിമയിൽ നിന്ന് 17 വെട്ടാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അതായത് സെൻസർ ബോർഡിന്റെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്നു, പല ഭാഗത്തുനിന്നും പല വിമർശനങ്ങളും ഉണ്ടാകുന്നതിന് ഒടുവിൽ ഇവർ മോഹൻലാൽ മാപ്പ് പറയുമെന്ന് കഴിഞ്ഞ ദിവസം മേജർ രവി പറഞ്ഞിരുന്നു. അപ്പൊ മേജർ രവി മാപ്പ് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് മോഹൻലാൽ ഇന്ന് മാപ്പ് പറഞ്ഞപ്പോൾ നമുക്ക് മേജർ രവി പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളും വിശ്വസിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതായത് ലാലേട്ടൻ അറിയില്ല, ലാലേട്ടൻ ഒരു കൊച്ചു കുട്ടിയാണ് എന്നാണ് മേജർ രവി പറയുന്നത്. അപ്പൊ ലാലേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം എന്റെ സിനിമ പോലും അദ്ദേഹം കാണാനായിട്ട് കാണാറില്ല. അദ്ദേഹത്തിനെ ഇരുത്തി കാണിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ ഈ സിനിമയിൽ വന്നു? ഇതിനകത്ത് ഗുജറാത്ത് കലാപം എങ്ങനെ വന്നു? മുരളി ഗോപി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ആണോ ഇത്? അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ ആരെങ്കിലും വെട്ടിത്തിരുത്തൽ നടത്തിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന്റെ ഉപചോദ്യങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങളിൽ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ച് ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങൾ ഒരാളാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ കുറിപ്പ് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ സെൻസർ ബോർഡ് വീണ്ടും കത്തിവെക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഇവര് തന്നെ എടുത്തൊരു തീരുമാനമാണെന്നാണ് പറയുന്നത്. അതായത് ഈ എമ്പുരാന്റെ ടീം തന്നെ എടുത്തൊരു തീരുമാനമാണ് എന്നാണ് അറിയുന്നത്. കത്തിവെക്കാനായിട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ സിനിമയുടെ കളക്ഷൻ, ഈ സിനിമ 100 കോടിയാണ് 2 ദിവസം കൊണ്ട് നേടിയത് എന്നുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. അത് സത്യമാണോ? ഇപ്പൊ എന്തായാലും ഈ സിനിമയിൽ കത്തിവെക്കാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ വയലൻസ് ഒരുപാട് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ്. പൊളിറ്റിക്സ് അല്ല, എസ്തെറ്റിക്കലി വയലൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ടാണ് ഈ ലോകേഷ് കനകരാജന്റെ സിനിമകൾ, നെൽസന്റെ ജയിലർ പോലെയുള്ള ഇപ്പോൾ ഒരാളുടെ തലയൊക്കെ വെട്ടി വീഴ്ത്തുന്ന സിനിമകൾ, പിന്നെ മാർക്കോ ഇവിടെ അതിഭീകരമായിട്ട് ഹിറ്റ് ആവാനുള്ള കാരണം. അത് കഴിഞ്ഞപ്പോ ഈ എമ്പുരാൻ വന്നപ്പോ ഇപ്പോ ഗർഭിണിയെയൊക്കെ അതിനകത്ത് റേപ്പ് ചെയ്യുന്ന സീനുണ്ട്. പോരാത്തതിന് അതിനകത്ത് ഒരുപാട് വയലൻസ് ഉണ്ട്, എസ്തെറ്റിക്കലി വയലൻസ് പ്രസന്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ മലയാളിക്ക് ഈ പൊളിറ്റിക്സ് അപ്പാർട്ട് വയലൻസ് കാണാൻ വളരെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വയലൻസിൽ കത്തിവെക്കുന്ന മുമ്പേ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ നമ്മൾ കാണാൻ പോകുന്നത് എമ്പുരാൻ എഡിറ്റഡ് വേർഷൻ ആയിരിക്കും. അപ്പൊ അൺകട്ട് വേർഷൻ ഇന്ന് കാണണമെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ പോയി കാണണം. അതുകൊണ്ട് മണിക്കൂറിൽ ചൂടപ്പം പോലെയാണ് എമ്പുരാന്റെ ടിക്കറ്റ് വിറ്റുവെക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ബിജുചേട്ടൻ എന്താ തോന്നുന്നത്? മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുമോ? L3 ഉണ്ടാകുമോ? ലൂസിഫർ 3 ഉണ്ടാകുമോ? എത്രയാണ് ഈ സിനിമയുടെ ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള കളക്ഷൻ? ഇവർ പുറത്തുവിട്ട കളക്ഷൻ സത്യമാണ്? ഇത് ഇത് ശരിക്കും ഈ ലൂസിഫറിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവര് അത്യാവശ്യം നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയാവുന്നവരും പയറ്റുന്നവരും. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇതിന്റെ ഈ വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ നിർമ്മാതാക്കളും സംവിധായകരും കൂടെ തീരുമാനിക്കുന്നു. അവർ എഡിറ്റ് ചെയ്ത് പുതിയ എന്ന് വരും ആ എഡിറ്റ് ചെയ്ത സിനിമ എന്നുള്ളത് ഇവർ പറയുന്നില്ല. വ്യാഴാഴ്ച വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് സെൻസർ ബോർഡിലെ അംഗങ്ങൾ പറഞ്ഞിട്ടല്ല എഡിറ്റ് ചെയ്യുന്നത്, ഇവർ അങ്ങോട്ട് പറയുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ടോ സിനിമക്കാര്? അതായത് സിനിമയ്ക്ക് ലെങ്ത് കൂടുമ്പോൾ, കാരണം ഈ സിനിമ സെൻസറിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമയിൽ എന്ത് ചെയ്യണമെങ്കിലും അത് ഈ സെൻസർ ബോർഡിന്റെ ഒരു പെർമിഷൻ വേണം. പലപ്പോഴും നമ്മൾ ഇതൊന്നും അറിയാറില്ല. അറിയാതെ തന്നെ കാരണം വെച്ചാൽ ചിലപ്പോൾ ഈ പാട്ട് മൂലവും ചിലപ്പോൾ ഈ സ്റ്റണ്ടിന്റെ ലെങ്ത് കൂടുന്നതൊക്കെ മൂലം ഈ സിനിമ കുറച്ചുകൂടെ ലെങ്ത് വരുമ്പോൾ ഈ സംവിധായകർ നിർമ്മാതാക്കൾ കൂടെ ആലോചിച്ചിട്ട് അതിന്റെ ലെങ്ത് കുറയ്ക്കാറുണ്ട്. അപ്പൊ ഇത് സെൻസർ ബോർഡിനെ അറിയിക്കാറുണ്ട്. ആ ചടങ്ങ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെയും ശ്രദ്ധിച്ചു നോക്കൂ, ഇന്നും നാളെയും ഒക്കെ ആയിട്ട് റംദാനാണ്, പെരുന്നാളാണ്. ആ വിഭാഗം പ്രേക്ഷകരെ
മാക്സിമം തിയേറ്ററിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെ ഈ എഡിറ്റിംഗ് പോർഷൻസ് അവര് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സിനിമ നിർത്തിവെച്ചല്ലേ കട്ടിങ്ങിന് പോകേണ്ടത്? അപ്പൊ നിർത്തിവെച്ചല്ല അവർ കട്ടിങ്ങിന് പോകുന്നത്. മാക്സിമം ഈ റംദാൻ കാലഘട്ടത്തിലെ കളക്ഷൻ പോകട്ടെ, കാരണം ഒരു വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്തുവാനാണല്ലോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിഭാഗത്തിന്റെ ഒരു ആഘോഷത്തിൽ ആ വിഭാഗത്തിന് മുഴുവൻ തിയേറ്ററിൽ എത്തിക്കുക, കിട്ടുന്നത് മുഴുവൻ പോരട്ടെ. അത് കഴിയുമ്പോൾ ഞങ്ങൾ സംഘി വേർഷൻ ഇറക്കും. അതായത് വ്യാഴാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും എഡിറ്റ് ചെയ്ത് സംഘികളെ ഒക്കെ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല. കാരണം റംദാന്റെ ഒക്കെ ഒരു കളക്ഷൻ കഴിയുമ്പോഴത്തേക്കും, കാരണം ഇവരാരെയാണോ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആരെയാണോ സൂചിപ്പിക്കാൻ ഈ സിനിമ കൊണ്ട് അവർ തീരുമാനിച്ചത്, ആ വിഭാഗത്തെ മാക്സിമം കയറ്റുക. ഈ കാലയളവിൽ, ഈ ഉത്സവ കാലയളവിൽ അത് കയറ്റുക. അതിനവര് ഏകദേശം വിജയിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബുദ്ധിപൂർവ്വം എടുത്ത് ഇതിനെക്കുറിച്ച് ഒരു അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ചിലരെ കാണിച്ചുകൊണ്ട് സംഘികളെ സൂചിപ്പിച്ച് സിനിമ ഇറക്കി, പിന്നീട് അവരെ തഴഞ്ഞുകൊണ്ട് മറ്റേ വിഭാഗം സുഡാപ്പികളെ സൂചിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. ആ തിയറിയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹരികൃഷ്ണൻസ് ഇറങ്ങിയപ്പോൾ ഇതുപോലൊരു സമാനമായിട്ടുള്ള രീതി ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മലപ്പുറം ഭാഗങ്ങളിൽ മമ്മൂട്ടി ജൂഹി ചൗള വിവാഹം കഴിക്കുന്നതായിട്ടും ഇങ്ങോട്ട് തെക്കോട്ട് മോഹൻലാൽ ജൂഹി ചൗള വിവാഹം കഴിക്കുന്നതായിട്ടും ക്ലൈമാക്സ് ചിത്രീകരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് അറിയില്ല. അല്ല, ഇപ്പൊ ഇത് അതേപോലത്തെ ഒരു രീതി തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു 2 ദിവസം ഇപ്പൊ റംദാനാണ്, റംദാൻ കഴിഞ്ഞിട്ട് 2 ദിവസം അതിന്റെ ഓളം ഉണ്ടാകും. ആ ഓളത്തിന് മാക്സിമം ആൾക്കാരെ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നീട് എഡിറ്റഡ് വെർഷൻസ് വരും. അതിനകത്ത് എന്താ ആത്മാർത്ഥതയാണുള്ളത്? അതെന്ത് സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. പി എസ് ശ്രീധരൻപിള്ള ഒക്കെ പറയുന്നിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചരിത്രമാകും ഈ സിനിമ, അങ്ങനെ ഒരു മനസ്സ് കാണിച്ചു. എന്ത് തേങ്ങയാണ്! കാരണം ഒരു സിനിമ ഓടാവുന്നതിന്റെ മാക്സിമം ഓടുകയും ജനങ്ങളെല്ലാം കാണുകയും ആ ജനങ്ങളെ വീണ്ടും കയറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ആ വിഷ്വൽസ് കളയാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പ്രൊമോഷൻ കൂടി കൊടുത്തിട്ട് ആളുകളെ മുഴുവൻ കാണിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റുന്നു. അതിനെയൊക്കെ ചരിത്രം എന്ന് പറയുന്നവരുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യമുള്ള കാര്യമല്ല. പിന്നെ ഈ സിനിമയുടെ ഒരു വിജയവും പരാജയത്തിന്റെയും കാര്യം, ഇതിന്റെ കണക്കുകൾ പുറത്തു വരും. കാരണം ഇതൊരു കലാമൂല്യമുള്ള ഒരു സിനിമയല്ല എന്നാണ് മനസ്സിലായത്. ഞാൻ കണ്ടില്ല സിനിമ, ഞാൻ ഇത്തരം സിനിമകൾ കാണാറില്ല. അതുകൊണ്ട് മറ്റൊന്നും കൊണ്ടല്ല, ഈ അധികം വയലൻസ് ഉള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരളത്തിലൊക്കെ ഇറങ്ങുന്ന സിനിമകൾ ഞാൻ പറഞ്ഞില്ല, ഈ കളിപ്പാട്ടം പോലുള്ള തോക്കുമായിട്ട് ഇന്നും നടക്കുന്നു. അതിനകത്തൊക്കെ അപ്പുറത്തേക്കൊന്നുമില്ല. നല്ല ആക്ഷൻ ഫിലിം കാണണമെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സിനിമകളില്ല, മറ്റു ഭാഷാ സിനിമകളിലോ കാണേണ്ട ഒരു അവസ്ഥയിലാണ്. എന്തിനും നല്ലൊരു കത്തിക്ക് വെട്ട് കാണണമെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ തെലുങ്ക് പടമോ തമിഴ് പടമോ കാണേണ്ടി വരും. അതാണ് നമ്മുടെ മലയാള സിനിമ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോ ഈ സിനിമയെ കുറിച്ച് നമുക്ക് അറിയാവുന്നവരോട് തിരക്കുമ്പോൾ ഈ പറയുന്ന കലാമൂല്യം ഈ സിനിമയ്ക്കില്ല. ഇവരെല്ലാവരും ചെന്നിരിക്കുന്നത് ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ ഒരു ഓളത്തിനാണ് ചെന്നത്. കാരണം അത് നല്ലൊരു സിനിമയായിരുന്നു. ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയൊക്കെ അതിനകത്ത് നല്ല ഇൻട്രോയും നല്ലൊരു സിനിമ ആയിരുന്നു. ഞാനും കണ്ടതാണ് ആ സിനിമ, നല്ലൊരു സിനിമയായിരുന്നു. അതിന്റെ 2ാം ഭാഗം പ്രതീക്ഷിച്ച് പോയവരുടെ അടുത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇവര് പറയുന്നത്, അപ്പൊ ഇന്നലെ മുതൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മീഡിയ വൺ ആണെന്ന് തോന്നുന്നു. അപ്പോ മീഡിയ വണ്ണിന്റെ ഒരു ഉദ്ദേശം നമുക്ക് വ്യക്തമാണ്. കാരണം ഇപ്പോൾ ഈ സിനിമയിൽ പിന്നെ നായകനും അതിന്റെ തിരക്കഥാകൃത്തും, ഇല്ലെങ്കിൽ ഈ നായകനെ പിന്തുണയ്ക്കുന്നവരും തിരക്കഥാകൃത്ത് അതിനുള്ള സപ്പോർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു വിഭാഗമാണ്, ഹൈന്ദവ വിഭാഗത്തിന്റെ ഒരു വിഭാഗമാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കുത്തിക്കലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അല്ലാതെ മോഹൻലാലിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവർ ഈ പ്രൊമോട്ട് ചെയ്തിട്ട് ഇവർ പറയുന്ന വൻ വിജയമാണ് ഈ സിനിമ എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് ഏത് കണക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോ ഇവരെല്ലാരും കൂടെ പോയി കണ്ടാൽ പോലും അതിനെ ഇവർ പറയുന്ന രീതിയിലുള്ള വിജയം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ഒരു വലിയ ബൂമിംഗ് ഉണ്ടായാൽ, ഒരു വലിയ കളക്ഷൻ ഉണ്ടായാൽ ഇവർ മുടക്കുമുതൽ തിരിച്ചു കിട്ടും. പക്ഷെ നമുക്കിപ്പോ ലഭ്യമാകുന്ന വിവരം ഇന്നലത്തെ ശനിയാഴ്ച വരെ, എനിക്ക് തോന്നുന്നു സിനിമ വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്തത്, വ്യാഴം വെള്ളി ശനി, ശനിയാഴ്ച വരെ എത്തുമ്പോൾ ഈ സിനിമ കൂപ്പുകുത്തുന്ന ഒരു കണക്കുകളാണ് നമുക്കിപ്പോ പുറത്തു വരുന്നത്. ഞാൻ ആ കണക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോ Cinesic.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ആണ് ഈ സിനിമകളുടെ സംബന്ധിച്ചുള്ള ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന കണക്ക്, ആദ്യത്തെ ദിവസം ഇന്ത്യ മുഴുവൻ ഈ സിനിമയ്ക്ക് കിട്ടിയത് 21 കോടി രൂപയായിരുന്നു. ഇന്ത്യ മുഴുവൻ ഗ്രോസ് കളക്ഷൻ ആണ് ഈ പറയുന്നത്. നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു നിർമ്മാതാവിന്, അതായത് 10 രൂപയാണ് ഈ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ കിട്ടുന്നതെങ്കിൽ അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം ഏതാണ്ട് 6 രൂപ മാത്രമേ നിർമ്മാതാവിന് കിട്ടുമെന്നാണ് അറിയുന്നത്. അത് കിട്ടുന്ന കളക്ഷൻ ഈ 6 രൂപ നിർമ്മാതാവിന് കിട്ടുമ്പോൾ നിർമ്മാതാവിന്റെ മുടക്കുമുതലും ഒക്കെ അതിൽ വരും, പ്രൊമോഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അത് വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അയാളുടെ നെറ്റ് എത്ര രൂപയ്ക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് അറിയില്ല. ഏതായാലും കിട്ടും, അയാളുടെ പോക്കറ്റിൽ പോകുന്ന 6 രൂപയാണ്. അപ്പോ ഇത് അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഈ സിനിമ കളക്ട് ചെയ്ത്, ഇന്ത്യ മുഴുവൻ കളക്ട് ചെയ്ത് 11.5 കോടി രൂപ. അതായത് വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്നു. അത് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു, എല്ലാവരും നേരത്തെ ബുക്ക് ചെയ്തു.
ആ തിയേറ്ററിൽ പോയി തലേന്ന് കിടന്നവരുണ്ട്, ലോകമെമ്പാടും ഇടിച്ചു കയറിയവരുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഇന്ത്യയിൽ കിട്ടിയ കളക്ഷൻ, ഇന്ത്യയിലെ കണക്കാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള കണക്കല്ല. അതോടെ ചേർന്ന് വരുമ്പോഴാണ് ഇവർ ഈ പറയുന്നത് 100 കോടിയുടെ കണക്ക് വരുന്നത്. ഇന്ത്യയിലെ മാത്രം കണക്കാ പറയുന്നത്. അത് രണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ 11.5 കോടി രൂപയാണ് വെള്ളിയാഴ്ച ഇവർക്ക് ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിൽ കിട്ടിയത്. ഇനി മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച എത്തുമ്പോഴേക്ക് അത് 4.36 കോടി രൂപയായി. അത് 21, 11, 4 എന്ന രീതിയിലേക്ക് താഴുകയാണ്. കൂടുകയായിരുന്നെങ്കിൽ മിനിമം ഒരു 10 രൂപ, 10,000 കോടി അല്ല, 10,000 എന്നുള്ള ഒരു നിലയിലേക്ക് 10,000 അല്ല 10 കോടി രൂപ എങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടാകണമായിരുന്നു. 21, 11 എന്നുള്ളത് 21, 15, 10 ഇല്ലെങ്കിൽ ആ ഒരു 10 റേഞ്ചിൽ നിൽക്കുകയല്ല, ഇവിടെ 5-ലും താഴെയാണ് പോയിരിക്കുന്നത്. ഇനി അതിന്റെ നമ്മുടെ ഈ രാജ്യത്ത് ആ സിനിമ ഉണ്ടാക്കിയ ചലനം എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ഡേയിൽ ഈ സിനിമ വലിയ സ്വാധീനം ചെലുത്തിയത് കേരളത്തിന് പുറമെ തെലുങ്കാനയിലായിരുന്നു. അവിടെ 1,15,00,000 രൂപ ഈ സിനിമ ഫസ്റ്റ് ദിവസം കളക്ട് ചെയ്തു. അന്ന് കർണാടകയിൽ ലഭിച്ചത് 50 ലക്ഷം രൂപയാണ്. അത് നമ്മുടെ വാർത്തയിൽ കൊടുത്തിരുന്നു ഈ കണക്ക്. അന്നത്തെ ദിവസം 50 ലക്ഷം രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ അന്ന് 70 ലക്ഷം രൂപ കിട്ടി. ഫസ്റ്റ് ഡേയുടെ കാര്യമാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്ന് പറയുമ്പോൾ ദില്ലിയിൽ മാത്രം 160 ഷോ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ 220 ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 100-400 ഷോ കളിച്ചപ്പോൾ കിട്ടിയത് 50 ലക്ഷം രൂപയാണ് ഹിന്ദിയിൽ. കാരണം ഇവിടെ എല്ലാം ഹിന്ദി ഭാഷയിലാണ് സിനിമ റിലീസ് ചെയ്തത്. 50 ലക്ഷം രൂപയാണ് വ്യാഴാഴ്ച കിട്ടിയത്. ഇനി വെള്ളിയാഴ്ചത്തേക്ക് ഈ സിനിമ വരുമ്പോഴേക്കും കേരളത്തിൽ, അന്ന് കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ. ഫസ്റ്റ് ഡേയില് 18.6 കോടി രൂപ അന്ന് കിട്ടി കേരളത്തിൽ നിന്ന്. രണ്ടാമത്തെ ദിവസം വരുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് കിട്ടിയത് 11.5 കോടി രൂപ. കർണാടകത്തിൽ നിന്ന് 50 ലക്ഷം എന്നുള്ളത് 30 ലക്ഷമായി കുറഞ്ഞു, 30 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. തെലുങ്കിൽ വരുമ്പോഴാണ് ശ്രദ്ധേയം. ഫസ്റ്റ് ദിവസം 1,15,00,000 രൂപ കളക്ട് ചെയ്ത ഒരു സിനിമ സെക്കൻഡ് ഡേയിൽ കളക്ട് ചെയ്ത് 25 ലക്ഷം രൂപ മാത്രമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഈ വിവാദമായിരിക്കില്ല കളക്ഷൻ കുറച്ചത്. പകരം ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് നമ്മുടെ ഈ തെലുങ്കില് ബാലയ്യൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിന്റെ വെച്ച് അവർ കമ്പയർ ചെയ്യുമ്പോഴത്തേന് അതിന്റെ മുമ്പിൽ ഒന്നും അല്ല ഈ സാധനം അവർക്ക് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ കുറയാനേ സാധ്യതയുള്ളവർ. കാരണം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനം. ഇനി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 70 കിട്ടിയ സ്ഥാനത്ത് 27 ലക്ഷത്തിലേക്ക് അത് മാറുന്നു. ഇനി ഹിന്ദിയിലേക്ക് വരുമ്പോൾ 40 ലക്ഷമായിട്ട് അത് നിൽക്കുന്നു. 50 എന്നത് 40ആയി. കാരണം ഈ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ തന്നെ. അപ്പൊ ആ ബുക്ക് ചെയ്തവരുടെ കൂടെ കണക്കാണ് പറയുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു കണക്ക് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവർ ഈ നിർമ്മാണ ചെലവായിട്ട് പറയുന്നത് ആദ്യം 400 കോടി പറഞ്ഞു, പിന്നെ 226 കോടി പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നത് 200 കോടിക്കും താഴെയാണ്, 186 കോടിയോ മറ്റോ ആയുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ നമുക്കറിയില്ല, കാരണം ഇതിന്റെ നിർമ്മാണ ചെലവ് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ കണക്ക് ഇപ്പൊ ലഭ്യമാകുന്ന കണക്ക് വെച്ചിട്ട് തങ്ങൾക്ക് നഷ്ടം വന്നില്ല എന്ന് വരുത്തി തീർക്കാനാണോ എന്നറിയില്ല. ഏതായാലും സിനിമ ഈ മുടക്കുമുതൽ ഊരി കിട്ടും എന്ന് തന്നെയാണ് പലരും പറയുന്നത്. ഏതായാലും അങ്ങനെ കിട്ടട്ടെ. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണല്ലോ, ഒരുപാട് പേരുടെ അന്നമാണ്. അവർക്ക് കിട്ടട്ടെ. ഒരു അന്നം ആരുടെയും മുട്ടുന്നതിനകത്ത് നമുക്ക്, കാരണം ഇതൊന്നും അറിയാതായിരിക്കുമല്ലോ അതിന്റെ ലൈറ്റ് ബോയും ക്യാൻറ്റീൻകാരനും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു വരുമാനം കിട്ടുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വരുമാനം കിട്ടട്ടെ. പക്ഷെ ഈ തള്ളിമറിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഇന്ത്യയിൽ അപ്പൊ ഇന്നലെ ഇരുന്നിട്ട് ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ 2-3 പേര് ഇരുന്നിട്ട് കൂടിയിരുന്ന് പറയുന്നു, ഇതിപ്പോ ഈ RSS എതിർക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു തരംഗമായി മാറുമെന്നാണ് പറയുന്നത്. അവരുടെ ലോജിക്കാണ് ഞാൻ പറയുന്നത്. ദക്ഷിണേന്ത്യയിലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. ആ ദക്ഷിണേന്ത്യയിൽ ഫസ്റ്റ് ഡേയിൽ ഹൈപ്പ് ഉണ്ടായ ഒരു സംസ്ഥാനം തെലുങ്കാനയാണ്. അവിടെ ഫസ്റ്റ് ഡേയിൽ കിട്ടിയത് 1,15,00,000 രൂപ. സെക്കൻഡ് ഡേയിലേക്ക് വന്നപ്പോൾ അത് കേവലം 25 ലക്ഷം രൂപ കളക്ഷനിലേക്ക് എത്തി. എന്ന് പറയുമ്പോൾ ഹൈപ്പ് ആണോ ഉള്ളത്, ഡിപ്പ് ആണോ ഉള്ളത്? അത് നമുക്ക് സാമാന്യ ഒരു ലോജിക്കിൽ നോക്കാനുള്ളതേ ഉള്ളൂ. ഇതാണ് ഈ സിനിമയുടെ കറണ്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത്. വരും ദിവസങ്ങൾ, അതായത് ഇന്നും നാളത്തെയും കൂടെ ഒക്കെ കണക്കുകൾ എടുക്കുമ്പോൾ കേരളം കഴിഞ്ഞ് പുറത്തേക്കുള്ള സ്ഥലത്തൊന്നും വലിയ എമൗണ്ട് ഇതിന് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോ അതങ്ങനെ പോകും. കാരണം ഇപ്പൊ ഇവര് കട്ട് ചെയ്യാൻ ഈ വിവാദമൊന്നും വലിയ രീതിയിലൊന്നും നോർത്ത് ഇന്ത്യയിൽ ഏശില്ല. കാരണം ഇതിനകത്ത് അഭിനയിക്കുന്ന മോഹൻലാൽ ഒരു പാൻ ഇന്ത്യൻ നടനല്ല. ഇതിന്റെ സംവിധായകൻ ഒരു പാൻ ഇന്ത്യൻ സംവിധായകനല്ല. ഇതിന്റെ ബാനറും പാൻ ഇന്ത്യൻ അല്ല. കാരണം പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിൽ പാൻ ഇന്ത്യ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് തെലുങ്ക് നടന്മാരെയും അല്ലെങ്കിൽ അവിടെ സിനിമകൾ മാത്രമേ ഉള്ളൂ. ഒരു ബാഹുബലിയോ അല്ലെങ്കിൽ ഈ പുഷ്പയോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പാൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റും. അല്ലാതെ നമ്മളെ മലയാളമോ തമിഴിൽ പോലും ഒരു പാൻ ഇന്ത്യ രീതിയിൽ ഒരു റിലീസ് ചെയ്ത്, രജനീകാന്തൊക്കെ എത്രയോ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ സിനിമ ഇന്ത്യ എന്ന് പറയാറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ വിദേശത്ത് മലേഷ്യയിലൊക്കെ ഉൾപ്പെടെ ഓടിച്ച ഒരു പൈസ ഉണ്ടാക്കാറുണ്ട്. സിംഗപ്പൂർ, മലേഷ്യയിലും. അത് പോട്ടെ, അത് മറ്റൊരു കഥ. അപ്പോഴും പാൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സിനിമ ഇനി മുമ്പോട്ട് കയറാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതിന് വിവാദമല്ല. കാരണം ഒരു വാർത്ത ഒരു ചാനൽ നൽകണമെങ്കിൽ അതിന് അത്യാവശ്യം റേറ്റിംഗ് ഉണ്ടാകണം. ഇപ്പൊ നമ്മളൊരു നടൻ, ഇപ്പൊ നമ്മള്
തമിഴിലും തെലുങ്കിലും ഒക്കെ അനവധി സിനിമകൾ ഹിറ്റാകുന്നു. നമ്മൾ ആരെങ്കിലും അത് വാർത്ത ചെയ്യാറുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലിൽ അതിന്റെ വാർത്ത ചെയ്യാറുണ്ട്. കാരണം എന്താണ്? ആ വാർത്ത ചെയ്താൽ കാണാൻ ആളില്ല. അതുപോലെ തന്നെയാണ് എമ്പുരാന്റെ വാർത്ത നോർത്ത് ഇന്ത്യയിൽ ഇട്ടാൽ ആരുമില്ല, അത് വായിക്കാനും ശ്രദ്ധിക്കാനും പോലും ആരുമില്ല. അങ്ങനെയുള്ള ഒരു സിനിമ പിന്നെ എങ്ങനെയാണ് കയറി വരുന്നത്? എങ്ങും കയറി വരില്ല. ഇതിപ്പോ ഇതിനൊരു ഇപ്പൊ കുറെ പൈസ കിട്ടും. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഈ റംദാന്റെ കുറെ കളക്ഷൻസ് ഇതിന് വരും. അതിനോട് അനുബന്ധിച്ച് അവധിയും ആഘോഷവും ഒക്കെയാണ്. അങ്ങനെ ഒരു തള്ളിക്കയറ്റം വരും. ഇതിപ്പോ ഡിവൈഎഫ്ഐ അതിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തിട്ടുണ്ട്, കോൺഗ്രസ് അതിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാരും കൂടെ ഒക്കെ കയറി കഴിഞ്ഞാൽ കുറച്ചൊരു ഓളം ഈ പറയുന്ന ഈ എമ്പുരാൻ കേരളത്തിന് അപ്പുറത്തേക്ക് ഇതിനൊരു ആയസില്ല. വെറുതെ തള്ളി മറിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് കാര്യമുണ്ട്. തന്നെ ലോകത്തു നിന്നുള്ള പുടിൻ വിളിച്ചിരുന്നു, ഇന്നലെ ട്രംപ് വിളിച്ചിരുന്നു, നിന്റെ സിനിമ കണ്ടു കൊള്ളാന്ന് പറഞ്ഞു. വെറുതെ തള്ളലാണ് ഇത്. അത് ഇതിനു മുമ്പൊക്കെ ഈ സംവിധായകൻ തള്ളെന്ന് കേട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ തള്ളലാണ്. അപ്പം ഇതിനകത്ത് ഒരു കഥയുമില്ല, എന്തെങ്കിലും കഴമ്പ് വേണ്ടേ? അപ്പം ഈ പറയുന്ന സാധനങ്ങൾ എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഈ സിനിമയെന്നല്ല ഇനി കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ തള്ളുകയാണ്. കുറെ ഹിന്ദി ഒരു സിനിമയെ പറഞ്ഞത് കൊണ്ടോ, കുറെ ഉറുദു ഒരു സിനിമയെ പറഞ്ഞത് കൊണ്ടോ, ഇല്ലെങ്കിൽ തമിഴിലെ 2 വാക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ സിനിമ കാലാപാനി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. ധനുഷ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സിനിമ കാലാപാനി എന്ന് പറഞ്ഞു. ആ സിനിമയിൽ അഭിനയിച്ചത് ആരൊക്കെയാണെന്നറിയാം? അമരീഷ് പുരി, അന്ന് കത്തി നിന്ന സ്റ്റാറാ അമരീഷ് പുരി. തബു എന്ന് പറയുന്ന ഒരു നടി, അന്ന് ഹിറ്റായി നിന്ന തബു. അതുപോലെ തന്നെ തമിഴിലെ പ്രഭു എന്ന് പറയുന്ന ഒരു നടൻ, അന്ന് ഹിറ്റായി നിന്ന പ്രഭു. ശ്രീ മോഹൻലാല്. ഇവരൊക്കെ അണിനിരക്കുക മാത്രമല്ല, ഇവരൊക്കെ ഇവരുടേതായ ലാംഗ്വേജിലാണ് ആ സിനിമയെ സംസാരിച്ചിരുന്നത്. മലയാളത്തിൽ ഇറങ്ങിയ വേർഷനിലും തമിഴിൽ ഇറങ്ങിയ വേർഷനിലും ഒക്കെ ആ രീതിയിൽ തന്നെ അവരുടെ സംസാരവും ഒക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു. അതാണ് കേരളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ വേണമെങ്കിൽ പ്രിയദർശിനി പറയാം, ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ ഞാനാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഭാഷ സംസാരിച്ചത് കൊണ്ട്, പുറത്തുനിന്ന് 2 നടന്മാരെ കൊണ്ടുവന്നത് അല്ല പാൻ ഇന്ത്യൻ ആകുന്നത്. പാൻ ഇന്ത്യ ആകുക എന്ന് പറഞ്ഞാൽ ആ ഒരു നടനെയും സംവിധായകനെയും ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുമ്പോഴാണ് അത് പാൻ ഇന്ത്യൻ ആകുന്നത്. അങ്ങനെ ഒരു അംഗീകാരമൊക്കെ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സംശയം തന്നെ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പൊ അത് പാൻ ഇന്ത്യൻ ഒന്നുമല്ല. അപ്പൊ ഇത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള സാധനം ചീട്ട് കീറി ഈ പടത്തിന്റെ. അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ട് ഇപ്പൊ വളരെ വിശദമായി തന്നെ വായിച്ചത്. കർണാടകം തമിഴ്നാട്ടിലൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ ഈ സിനിമയുടെ ആയുസ് എന്താ? കേരളത്തിൽ നിന്ന് പൈസ കിട്ടും, ചിലപ്പോൾ ഇന്നും നാളെ മറ്റന്നാളെ നമുക്ക് കൊണ്ട് മാക്സിമം കിട്ടും. പിന്നെ ഒരു 17-ാം തീയതി കഴിയുമ്പോൾ ഇത് കട്ട് വന്നു കഴിയുമ്പോൾ ഇത് ഏതൊക്കെ ഭാഗമാണ് കട്ട് ചെയ്തത് എന്നറിയാൻ വേണ്ടി കുറച്ച് പേര് കയറും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കയറേണ്ടി വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമ റിവ്യൂസും ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരാരെങ്കിലും സിനിമ കാണും, സിനിമ കണ്ടിട്ട് അവർ കണ്ടവരോട് പറയും ഇന്ന ഭാഗങ്ങളാണ് എഡിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ പിന്നെ ഇനി ആ സിനിമ ഉടനെ, അതായത് ഇവർ എന്നാണോ ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ കാണിക്കുന്നത് അന്ന് മുതൽ ഈ സിനിമ പിന്നെ വലിയ കാര്യം. പിന്നെ നമ്മൾ ഭയക്കേണ്ട വിഷയം ഇവിടെയല്ല. ഈ സിനിമയുടെ ഈ പിന്നെ സെൻസറിങ്ങിനെ കുറിച്ചൊക്കെ ഈ സിനിമ പ്രോത്സാഹിപ്പിക്കുന്നവരോട് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു പൊട്ടന്മാരാകരുത്, മണ്ടന്മാരാകരുത്. കാരണം ഈ സിനിമ OTT-യിലേക്ക് എത്തുകയാണെങ്കിൽ OTT വഴി ഈ സിനിമയുടെ കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെടും. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്നും OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്ന നിയമമില്ല. സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ആ നിയമത്തിന്റെ അവസാന മിനുക്കുമണികളിലാണെന്ന് മാത്രമാണ് ആ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഈ OTT പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്ന അറിയാം വലിയ ഭീമന്മാരാണ്, വിദേശ രാജ്യങ്ങളിലുള്ള ഭീമന്മാരാണ്. അതുവഴി എന്തും സംപ്രേഷണം ചെയ്യാവുന്ന അവസ്ഥയിലായപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞു സെക്സ്, വയലൻസ്, മയക്കുമരുന്നുകളുടെ വെബ് സീരീസുകള് ഇതെല്ലാം അനുസ്യൂതം വരികയാണ്. ഈ അടുത്ത് ഈ OTT പ്ലാറ്റ്ഫോമുകളെ വിവാദമാക്കിയത് നമ്മുടെ ഹൈന്ദവ ദൈവങ്ങളെ കുറിച്ച് അവഹേളിച്ചുകൊണ്ട് ഒരു 100 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസ് അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പ്രൊമോയെ പോയപ്പോൾ എങ്ങനെ നിർത്തലാക്കി എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടിട്ടല്ല, വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ, ഹൈന്ദവ സമൂഹം വിവിധ രീതിയിൽ സംഘടിക്കുകയും ആ സ്ഥാപനത്തിന്, എനിക്ക് നെറ്റ്ഫ്ലിക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ സ്ഥാപനത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തപ്പോൾ അവർ തന്നെ സ്വാഭാവികമായിട്ടാണ് ആ വെബ് സീരിയൽ പിൻവലിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇത് OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോ ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ ഷൂട്ട് ചെയ്ത് വേറെ രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം അതിൽ ആഡ് ചെയ്യാൻ പറ്റും. കാരണം OTT പ്ലാറ്റ്ഫോമിന്റെ സെൻസർഷിപ്പ് ഇന്ത്യൻ സർക്കാരല്ല നോക്കുന്നത്. അതിൽ എന്ത് വരണമെന്ന് തീരുമാനിക്കുന്നത് അവിടെയാണ്, അവരാണത് തീരുമാനിക്കുന്നത്. അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തടയിടേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെ ഏത് വേർഷനാണ് OTT പ്ലാറ്റ്ഫോമിൽ വരുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടാൽ അത് ഈ രീതിയിലേക്ക് അവർ കൊണ്ടുവരാൻ പറ്റും. അല്ല, അങ്ങനെ OTT പ്ലാറ്റ്ഫോമിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ OTT പ്ലാറ്റ്ഫോമിന് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായിരുന്നാലും ചിലപ്പോൾ ആ OTT പ്ലാറ്റ്ഫോം ഇവിടുന്ന് ബാൻ ചെയ്യപ്പെടുക പോലും ചെയ്തേക്കാം. ഞാൻ ചോദിക്കുന്നത് പൃഥ്വിരാജ് ലാലേട്ടനെ ചതിച്ചതാണോ?
അങ്ങനെ ഒരുപാട് ഒരു വിഭാഗം ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. മേജർ രവി പറയുന്നുണ്ട് ലാലേട്ടൻ ഇതിൽ മാപ്പ് പറയേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്താ തോന്നുന്നത് ഈ കാര്യത്തിൽ? ഒരു ക്ലാരിറ്റി വേണം. അല്ല, ഈ ലാലേട്ടൻ മാപ്പ് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു തെറ്റ് പറ്റി എന്ന് അദ്ദേഹത്തിനും കൂടി ഉത്തമ ബോധ്യം വന്നപ്പോഴാണല്ലോ അദ്ദേഹം മാപ്പ് പറയുന്നത്. അത് തന്നെയുമല്ല, ഇന്നലെ അതിന്റെ നിർമ്മാതാക്കളടക്കം ഞങ്ങൾ ആ സിനിമ കട്ട് ചെയ്യും, ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരു സ്വയം ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. നടൻ എന്ന നിലയിൽ മോഹൻലാലിനും ആ ബോധ്യം വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ ഈ പറയുന്ന ഈ സംവിധായകൻ തന്നെ സംവിധാനം ചെയ്തതാണ്. ആ സിനിമയിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതും ആ സിനിമയിൽ എങ്ങനെയാണ് പൃഥ്വിരാജ് ജനഗണമനയിൽ അഭിനയിക്കുക ചെയ്ത സംവിധാനമല്ല, അഭിനയിക്കുക, ക്ഷമിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ജനഗണമന വരുന്നു. അതിനകത്ത് ഏത് രീതിയിലാണ് നമ്മുടെ ജനാധിപത്യത്തെ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ ജുഡീഷ്യറിയെ പോലും എങ്ങനെയാണ് അത് കണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരം സിനിമകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ വരെ ഒരു പൊതു ഹൈന്ദവ വിഭാഗത്തിന്, ഹിന്ദു സമുദായത്തിന്റെ നേരെ കാർപ്പിച്ച് തൊപ്പിക്കൊണ്ട് സിനിമ എടുത്തു കഴിഞ്ഞാൽ കൈയുടെ കിട്ടുന്ന ഒരു കേരളമായിരുന്നെങ്കിൽ ഇന്നതല്ല എന്ന് കേരളത്തിലെ ഒരുപിടി ആൾക്കാർ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം വലിയ ഹൈപ്പോടെ വന്നത് ഈ കേരളത്തിലെ കംപ്ലീറ്റ് എണ്ണവും രാപകലിരുന്ന് കട്ടക്കിറങ്ങി നിന്നിട്ടും ഇവർക്ക് ഈ പടത്തിൽ എഡിറ്റ് ചെയ്യേണ്ടി വന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ഈ പടത്തിൽ ഒരു പ്രൊമോഷൻ പോലും ഇതുവരെ നടത്താൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം. നമുക്കറിയാം ഈ ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പടം ഉണ്ടല്ലോ, ഈ പൃഥ്വിരാജിന്റെ പടമുണ്ട്, സംവിധാനം ചെയ്ത്. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ താരം ഡെയിലി കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഗൾഫിലും അടക്കം പോയിട്ട് ഡെയിലി പ്രൊമോഷൻ ആയിരുന്നു ഈ സിനിമയെ കുറിച്ച്. സിനിമയുടെ അദ്ദേഹം മരുഭൂമി കിടന്നതിനെ കുറിച്ച്, അവിടെ പാമ്പ് വന്നതിനെ കുറിച്ച്, അങ്ങനെ കുറെ കഥകൾ അദ്ദേഹം പറഞ്ഞു. ഈ സിനിമ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരു പ്രൊമോഷൻ നടത്താൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. നമുക്കറിയാം ഈ സിനിമയുടെ തലേന്ന് വരെ ഒരു തള്ളുകൾ നമ്മൾ കണ്ടതാണ്. ഒടുക്കത്തെ തള്ളലുകളാണ് നടത്തിയത്. ഇവിടെ മാത്രമല്ല, മഹാരാഷ്ട്ര വരെ പോയി ഇവരെല്ലാം കൂടെ, ലാലേട്ടനും ഈ പൃഥ്വിരാജും മഞ്ജുവാര്യരും എല്ലാം കൂടെ പോയി അവിടെ. എന്ത് ധൈര്യത്തിലാണ് ഈ സിനിമയെ കൊണ്ട് മഹാരാഷ്ട്രയിൽ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ധൈര്യത്തിലാണ് ഈ സിനിമയെ കൊണ്ട് മഹാരാഷ്ട്രയിൽ പോയത്? അല്ല, ഇവിടെ തമിഴ്നാട്ടിൽ പോകുന്നു, ബ്ലോഗർമാർക്ക് ബൈറ്റ് കൊടുക്കുന്നു, അങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ കാണിച്ചിട്ട് സിനിമ ഇറങ്ങിയിട്ട് കമാന്നൊരു അക്ഷരം ഇതുവരെ അതിന്റെ ഡയറക്ടറും മിണ്ടിയിട്ടില്ല, തള്ളിയവരും മിണ്ടിയിട്ടില്ല, ആരും മിണ്ടിയിട്ടില്ല, ആരും ഇതുവരെ ഒരു ക്യാമറയ്ക്ക് മുമ്പിലും വന്നിട്ടില്ല. ഇത് തന്നെ ആ ഒരു തെറ്റ് അവർക്ക് പറ്റി. ഞങ്ങൾ വിചാരിച്ചണക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ല, ഞങ്ങൾ വിചാരിച്ചണക്കല്ല, ഞങ്ങൾ 3G ആയി തുടങ്ങുന്നു, പഴയതുപോലെ അല്ല കേരളം. ഇതൊരു തെറ്റാണോ? ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയല്ല, അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പും ഇരട്ട മുഖവും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ഭീവത്സ ഭാവവും ഒക്കെ പുറത്തു വരും. നമ്മൾ കണ്ട എത്രയോ ഇൻസിഡൻസ് ഉണ്ട്. പൃഥ്വിരാജിന്റെ കുരുതി, അത് കഴിഞ്ഞിട്ട് ജനഗണമന, അത് കഴിഞ്ഞിട്ട് ഇപ്പോ എമ്പുരാൻ, അദ്ദേഹത്തിന്റെ ഈ സിനിമകളെല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരാണ്. ഞാൻ ഈ രാഷ്ട്രീയമാണ് പറയുന്നത്, ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ തെറ്റില്ല. കേന്ദ്ര സർക്കാരിനെ ആർക്ക് വേണോ വിമർശിക്കാം, ഏത് രീതിയിൽ വേണോ വിമർശിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ പൃഥ്വിരാജ് ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ പറയുകയാണ്, ഞങ്ങൾ ഇത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത് എന്ന് പറയാതെ ലാലേട്ടനെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് ഈ സിനിമ ഇറക്കിയെടുത്താണ് ഈ പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ കാര്യം, പൃഥ്വിരാജ് എടുത്ത നിലപാടുകൾ. ലക്ഷദ്വീപിൽ പൃഥ്വിരാജ് നിലപാടെടുത്തു, CAA പൃഥ്വിരാജ് നിലപാടെടുത്തു. ഈ ലക്ഷദ്വീപിലും CAA ഒക്കെ പൃഥ്വിരാജ് നിലപാടെടുത്തപ്പോൾ പൃഥ്വിരാജിന്റെ നിലപാട് വളരെയധികം, ഇയാളുടെ വിചാരം ഞാൻ ഭയങ്കര വിപ്ലവാത്മകമായിട്ടുള്ള, പക്ഷേ CAA പൃഥ്വിരാജ് എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കണം എന്ന രീതിയിലായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. അതായത് രാജ്യത്തിന്റെ തെരുവിലിറങ്ങി നമ്മൾ കലാപം നടത്തണം. രണ്ടാമത് ലക്ഷദ്വീപിൽ ഇയാൾ എടുത്ത നിലപാട്, ഇയാൾ പോസ്റ്റ് ഇട്ട ശേഷമാണ് ലക്ഷദ്വീപ് വിഷയം ഇത്രയധികം കത്തുന്നത്. അതിനുശേഷം ലക്ഷദ്വീപിലെ ആൾക്കാർ കഷ്ടപ്പെടുന്നത് ഇയാൾ കണ്ടിട്ടില്ല. മാൽദീവ്സിലുള്ള മന്ത്രിമാര് ലക്ഷദ്വീപിനെ പച്ചയ്ക്ക് പുച്ഛിച്ചിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിലും വലിയൊരു റേസിസ്റ്റ് അധിക്ഷേപം അവിടെ വരാനില്ല. അതിനെക്കുറിച്ച് ഇയാൾ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇയാൾ വന്നിരുന്ന് പറഞ്ഞൊരു ഡയലോഗാണ്, എന്റെ സെറ്റിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നത് കൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. അതായത് എല്ലാ സെറ്റിലെ സ്ത്രീകളും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത എനിക്കാണ്, അവിടെയാണ് എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ കേട്ടത് എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലഹരി അത് അതിഭീകരമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ലഹരി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ ബ്രോഡ് ആഡി സെറ്റിലാണ്. ബ്രോഡ് ആഡി സെറ്റിൽ ഇയാളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഏതോ ഒരു വേട്ടാവളിയൻ, ഇയാളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കൊക്കക്കോളയിൽ ലഹരി മരുന്ന് കലക്കി അവിടെ വന്ന ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. ആ പെൺകുട്ടി തെലങ്കാന പോലീസിനോട് പരാതി കൊടുക്കുന്നു. എന്നിട്ട് പോലും അയാളെ സംരക്ഷിക്കുകയാണ്. ഈ പൃഥ്വിരാജ് ആ പ്രതിയെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ആ പ്രതി കേരളത്തിൽ വന്നു. കേരളത്തിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ്, BJP കാരനല്ല,
ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ സംരക്ഷണയിൽ അയാൾ ഇരിക്കുന്നു. അതിനുശേഷം പിന്നീട് അയാൾ പൊങ്ങുന്നത് എമ്പുരാന്റെ സെറ്റിലാണ്. അപ്പൊ എമ്പുരാന്റെ സെറ്റിലും ഇവൻ വന്നിട്ടുണ്ട്. ഇയാൾ അവിടെയും പൊങ്ങി കഴിഞ്ഞ ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഈ വിഷയം ഉയർന്നു വന്നപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇയാൾ പിന്നീട് പോലീസിന് പോയി സ്വയം കീഴടങ്ങുകയാണ്. അപ്പോൾ പറയുന്നത് ഒരു കാര്യം, ഇവന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ഇവൻ വേറൊരു കാര്യം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലേ, ഈ ലക്ഷദ്വീപിന്റെ വിഷയം പറഞ്ഞോണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു ലക്ഷദ്വീപില്, ഇദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ട് അഭിനയിക്കുന്ന ഒരു പടം. ആ സിനിമ അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നപ്പോ ഇദ്ദേഹം ഈ മാധ്യമങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള തള്ളുകൾ കൂടുതൽ. നമ്മുടെ രാജ്യത്തെ എവിടൊക്കെയോ മോശമാക്കി പറയാം, എവിടൊക്കെ പുള്ളി അത് പറയാറുണ്ട്. നല്ല കാര്യമാണത്. കാരണം അങ്ങനെ ഒരു ശോചനീയാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. ലക്ഷദ്വീപിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ലക്ഷദ്വീപിൽ ഒരു നല്ല റൂമില്ല, ഫെസിലിറ്റികളില്ല. ശരിയാണ്, ലക്ഷദ്വീപിൽ അതാണ് അതിന്റെ അവസ്ഥ. അപ്പോ ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ, മാറ്റണ്ടേ, അധികാരികൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഒരു മുന്നറിയിപ്പ് പോലെയാണ്. അതായത് കണ്ടില്ലേ ലക്ഷദ്വീപ് വളരെ പിന്നോക്കമാണ് എന്ന് അതിൽ കൂടെ അദ്ദേഹം പറഞ്ഞു. അവിടെ കുറെ കൈയടികൾ കിട്ടി. കണ്ട, ഈ മോദി ഭരിച്ചിട്ടും, കാരണം മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലക്ഷദ്വീപ്, അവിടെ ഈ പിന്നോക്കത്തിൽ കിടക്കും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് മോദി അവിടെ ലക്ഷദ്വീപില് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരുന്നു, എയർപോർട്ട് വരുന്നു, 5 സ്റ്റാർ ഹോട്ടൽസ് വരുന്നു. അങ്ങനെ വലിയ പരിഷ്കാരങ്ങളുമായിട്ട് വന്നപ്പോഴാണ് ഈ മഹാൻ പറഞ്ഞു സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ടായിട്ടുണ്ട്, അതിനെ തടയിടാൻ വേണ്ടി മുമ്പിൽ നിന്നു. അതുകൊണ്ട് നിലപാട് സുമുഖമാണ്. പ്രത്യേകിച്ച് ഒരേ സമയം കൊണ്ട് കഴിക്കുകയും അതിൽ കൂടെ വിസർജിക്കുകയും ചെയ്യുന്ന ഒരു താരമാണിത്. കാരണം ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലായി ഇതാണ് പുള്ളിയുടെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള പുള്ളിയുടെ നിലപാട്. അതായത് അവിടെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെടണം, അവർക്ക് എന്തെങ്കിലും ഇനിയും ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അന്ന് പുള്ളി ടാർഗറ്റ് ചെയ്തത് എന്താണ്, അവിടെ ഇങ്ങനെ ഒരു വിഭാഗം കിടക്കുന്നുണ്ടാണ്, അവിടെ ശ്രദ്ധിക്കാതെ പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് പറഞ്ഞത്. അവിടെ ഒരു വികസനം വന്നപ്പോൾ പുള്ളി അതിനെ എതിർത്തുകൊണ്ട് മുമ്പിൽ നിൽക്കുകയും ചെയ്തു. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളി അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ അന്നേ തന്നെ പിടിച്ച് പുറത്താക്കണമായിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാൻ പുറത്താക്കി എന്ന് പറയുകയെങ്കിലും ചെയ്യണത്. അതാ ഞാൻ പറഞ്ഞു, ഇരട്ടത്താപ്പുകളുടെ രാജകുമാരനാണ്. അതായത് ഇദ്ദേഹം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ നാട്ടിലെ കുറെ സുഡാപ്പികളുടെയും ഒപ്പം തന്നെ ഒരു ഇടതുപക്ഷ ലിബറലുകളുടെയും കയ്യടി നേടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതേസമയം തന്നെ 1-ാം നമ്പർ ഭീരുവുമാണ്. എന്തെങ്കിലുമൊക്കെ റെയ്ഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഡിയുടെ കേസോ വരുമ്പോൾ അതിനെക്കുറിച്ച് കമാന്ന് പറയാതെ വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം കൂടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പം അങ്ങനെയും കൂടെ നിൽക്കുന്ന കാശ്, അതായത് നട്ടൽ ഉയർത്തി നിലപാട് പറയേണ്ട പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുകയും പകരം ആൾക്കൂട്ടത്തെ തെരുവിലിറക്കുന്ന രീതിയിലുള്ള എന്ത് കാര്യത്തിന് ഈ മഹാൻ മുമ്പിലുണ്ടാകും. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിന് ഒരു ഉദാഹരണം, ലക്ഷദ്വീപിന്റെ ഒരു ഉദാഹരണം. അവിടെ ഗതികാളാണ്, പ്രശ്നമാണ്, അയ്യോ അതുങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നിടത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഒപ്പം അവിടെ വികസനം വന്നപ്പോൾ അതിനെ എതിർക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പോകുന്ന ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സാമൂഹികമായി പ്രതിബദ്ധത ഉണ്ട് എന്ന് കരുതുന്ന നടൻ. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് നടന്മാരുണ്ട്, അവരാരും ഇറങ്ങിയിട്ട് അഭിപ്രായം പറയാനും, അവർ സിനിമയിൽ വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു, അതിനപ്പുറത്തേക്ക് പറയുന്നില്ല. സിനിമ നമുക്ക് സിനിമ ഇപ്പൊ നടന്മാർ വന്ന് നിലപാട് പറയുന്ന ഒരു തെറ്റുമില്ല. നടന്മാർ ഇപ്പൊ സുരേഷ് ഗോപിയെ പോലുള്ള നടന്മാർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഒരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ആ നിലപാടുകളെ വിമർശിക്കാനുള്ള ഒരു അവകാശം ഇവിടുത്തെ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് ഇനി കേരളത്തിൽ പഴയതുപോലെ ഈ ഹിന്ദു വിരുദ്ധത കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരുപാട് ഹിന്ദു വിരുദ്ധത ഈ നാട്ടിലെ ഒരു വലിയ വിഭാഗം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരൊരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മൃദംഗ ശൈലേശ്വര ക്ഷേത്രം കണ്ണൂരുള്ളത്. അവിടുത്തെ ആ ഗ്രൗണ്ടിൽ വെച്ച് ഇഫ്താർ പാർട്ടി നടത്താൻ അവിടുത്തെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വലിയ പ്രതിഷേധം ഉയർന്നു. CPM-നിടയ്ക്ക് നിന്ന്, CPM-ന്റെ കോട്ടയിലാണ്, CPM-ന്റെ കേഡർമാരുടെ ഇടയിൽ നിന്നാണ് ആ പ്രതിഷേധം ഉയർന്നു വന്നത്, മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് കേരളത്തിൽ ഇനി ആ ഒരു രീതി വിലപ്പോകില്ല. അതൊരു ഒരു ഒരു ഈ സിനിമ എന്നല്ല ഇനി ഒന്നും. കാരണം ഒരു വിഭാഗത്തിന്റെ വികാരത്തെ, അതിനിപ്പോ BJP ഒന്നും കേരളത്തിൽ വേണമെന്നില്ല, RSS വേണമെന്നില്ല. കാരണം ഇവരെയൊക്കെ പറഞ്ഞിട്ടാണോ ഈ പ്രതിഷേധം ഇതിൽ ഉയർന്നു വന്നത്? അല്ല, അങ്ങനെയൊന്നും അല്ല. ഏതെങ്കിലും സംഘടനയെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ BJP-യുടെ നേതാക്കന്മാരെ കണ്ടുകൊണ്ടോ BJP-ക്കാർ പറയുന്നത് കേട്ടുകൊണ്ടോ ഒന്നും അല്ല ഇവിടെ ഇപ്പോൾ പ്രതിഷേധം. കാരണം അതിനകത്തൊക്കെ ജനത്തിന് വിശ്വാസം പണ്ടേ നഷ്ടപ്പെട്ടതാ. കേരളത്തിൽ ശബരിമല വിഷയം വന്നപ്പോഴും ഒന്നും BJP കണ്ടുകൊണ്ടൊന്നും അല്ല ഇവിടെ ആരും തെരുവിൽ ഇറങ്ങുന്നത്. മറ്റുള്ള കാര്യങ്ങൾ പല വിഷയങ്ങളും BJP കണ്ടിട്ടല്ല ഇവിടെ ആരും. കാരണം അവരങ്ങ് BJP പലപ്പോഴും പല ഹൈന്ദവ വിഷയങ്ങളിലെയും കൂടെ ചിലപ്പോൾ കോൺഗ്രസും CPM ഒക്കെ നിന്നപ്പോഴും BJP നിന്നിട്ടില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ പ്രാദേശികമായി ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. അപ്പൊ അതിനൊന്നും കണ്ടുകൊണ്ടൊന്നുമല്ല. ഇത് BJP-യുടെ വളർച്ചയാണോ എന്ന് വെച്ചാൽ അത് ആണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമുണ്ട് ഈ വിവാദത്തിനിടയിൽ. നമ്മുടെ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമ, രാമഹംസന്റെ പുഴ മുതൽ, നമ്മുടെ പഴയ അരിയായിരുന്നു സംവിധായകനാണ് ഈ ജൂനിയർ രാമസിംഹൻ, പഴയ നമ്മുടെ ജൂനിയർ മാൻഡ്രക്കൊക്കെ. അപ്പൊ ഈ കുറച്ചു മുമ്പ് നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ആ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ സിനിമ എത്ര പേര് കണ്ടു എന്ന് നോക്കിയപ്പോൾ 1,19,000 പേര്
കഴിഞ്ഞ 4 ദിവസത്തിനകം ഈ സിനിമ കണ്ടിട്ടുണ്ട് അദ്ദേഹം, പുഴ മുതൽ പുഴ വരെ. കാരണം അദ്ദേഹം വളരെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഒരു ചരിത്രം പറയാൻ ശ്രമിച്ച സിനിമയാണ് അത്. ഈ 1921 നടന്ന ഒരു മാപ്പിള ലഹളയുടെ ഒരു സത്യസന്ധമായ ആവിഷ്കാരം. നമുക്കറിയാം, ആ സിനിമ പിടിക്കുന്ന സമയത്ത് അദ്ദേഹം പലർക്കും മുമ്പിൽ കൈനീട്ടി യാചിച്ച് പിരിച്ച് അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റ് ഇട്ട് അങ്ങനെ ഒരുപാട് അവഹേളനങ്ങളൊക്കെ കേട്ട ആ പാവം പിടിച്ചവൻ പുറത്തിറക്കിയ സിനിമ. ആ സിനിമയും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇറക്കിയത്. ഇപ്പോഴും അതിന്റെ പേരിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടൊരു സംവിധാനം, നല്ല സംവിധാനം, സംസ്ഥാന അവാർഡ് നേടിയ സംവിധാനം, മുമ്പ് പറങ്കിമല എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ സംവിധാനം ചെയ്ത നല്ല സംവിധാനം. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തെ സഹായിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം കുറഞ്ഞ മുതൽ മുടക്കിൽ എടുത്ത ഒരു പടം യൂട്യൂബിൽ കൂടെ ഇപ്പോൾ അത് 1,19,000 പേര് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കണ്ടു എങ്കിൽ തീർച്ചയായിട്ടും ഈ സിംഹന്റെ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിനുള്ളിൽ സിംഹന്റെ സിനിമ 10 ദിവസത്തിനുള്ളിൽ കുറഞ്ഞ ഒരു 5 ലക്ഷം പേരെങ്കിലും കാണും. 5 ലക്ഷം പേരൊക്കെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ കടങ്ങൾ കുറച്ചൊക്കെ വീട്ടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലിശയെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റും ആ സിനിമ പിടിച്ചതിന്റെ. ഏതായാലും വളരെ നല്ല കാര്യമാണ്. ഈ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗുണം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഗുണം കിട്ടിയ ഒരാള് ശ്രീ അലി അക്ബർ ആണ് എന്ന്, പഴയ അലി അക്ബർ, അദ്ദേഹത്തിന് ഇഷ്ടമല്ല ആ പേര് വിളിക്കുന്നത്. അപ്പൊ ഏതായാലും അതാണ് നമുക്ക് പറയേണ്ടി വരും. പിന്നെ BJPക്ക് എന്തെങ്കിലും ഗുണം ചെയ്തതെന്ന് വെച്ചാൽ BJPക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്തില്ല. സംഘപരിവാർ അണികൾക്ക് ഒരു ഗുണം ചെയ്തതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം സൈബർ സംഖ്യകൾക്ക് ഒരു ഉണർവ് ഇത് മൂലം ഉണ്ടായിട്ടുണ്ട്. സകലരും വർദ്ധിത വീര്യത്തോടുകൂടി മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇത് മുതലാക്കാനായാൽ BJPക്ക് ഗുണമെന്ന് പറയാൻ കഴിയും. ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. എല്ലാ സംഭവങ്ങളും അങ്ങനെയാണല്ലോ. ശബരിമല വിഷയങ്ങളും പല രീതിയിലുള്ള ഹൈന്ദവ സംഘടനകളും മറ്റുമൊക്കെ കത്തിച്ചു കൊണ്ടുവന്നു. അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് BJPയുടെ പരാജയം. ഇപ്പൊ ഇത് കണക്കുള്ള സംഭവങ്ങളെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നതിനെ കോർഡിനേറ്റ് ചെയ്യാൻ BJP കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. BJPക്ക് നേട്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഒരു വിഭാഗത്തിനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഇതിനകത്തെ വില്ലന്റെ പേരോ ഒന്നും അല്ല ഇവിടുത്തെ എന്റെ ഒരു വിഷയം. പകരം ഈ സിനിമ കണ്ടിറങ്ങിയവർ പറയുന്നത് ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിനെ ക്രൂരമായി ആക്രമിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ സിനിമ നൽകുന്നത്. അല്ലാതെ ഇവിടുത്തെ BJPയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഒന്നും, ഇത് രാഷ്ട്രീയമല്ല ഇതിനകത്തെ വിഷയം. അത് ഇരു സമുദായങ്ങൾക്കിടയിലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ, മതസ്പർദ്ധ ഉണ്ടാക്കാനാണ് ഈ സിനിമ ചെയ്തത് എന്നുള്ളതാണ്. കാരണം ആ ഗോദ്ര ട്രെയിൻ അപകടത്തിൽ വെന്ത് മരിച്ചവരാരും തീവ്രവാദികളോ കലാപകാരികളോ ആയിരുന്നില്ല. രാമക്ഷേത്രം സന്ദർശിച്ചിട്ട് വന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ആ സംഘത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ സിനിമയിൽ പറയുന്നില്ല. പോട്ടെ, ഒന്നുകിൽ ആ സീൻ കാണിക്കാതിരിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് രണ്ടുപേരി പറഞ്ഞു നിർത്തണമായിരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കട്ട് ചെയ്ത് നിർത്തിയിട്ട് മറുഭാഗം കാണിച്ചു തുടങ്ങുമ്പോഴാണ് ഇവിടെ ഒരു വിഭാഗം ഭയങ്കര ക്രൂരന്മാരാണ്, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഭയങ്കര ക്രൂരന്മാരാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ മറ്റേ ഭാഗം കാണിക്കുന്നില്ല. ഒന്നുകിൽ നമ്മളത് സത്യം തുറന്നു പറയണം. ഇപ്പൊ ഈ കേരള സ്റ്റോറിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഒരു ഫാക്റ്റ് ആണ്. ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ സിനിമയുടെ പ്രമേയം. അതൊരു ഫാക്റ്റ് ആണ്. ഇത് ഫാക്റ്റ് അല്ല, ഇത് കള്ളമാണ് ഈ സാധനം. കാരണം ഫാക്റ്റ് ആണെങ്കിൽ അതിന് തുടക്കം മുതലുള്ള റീസൺ പറയണം. എന്തായിരുന്നു അവിടെ ഒരു ട്രെയിൻ തീ വെച്ചു, അതിനകത്ത് ഈ തീർത്ഥാടകരുണ്ടായിരുന്നു, തീർത്ഥാടകർ മരിച്ച പ്രതിഷേധമാണ് അരയടിച്ചത് എന്ന് പറയണമായിരുന്നു. അത് പറയാതെ പെട്ടെന്നൊരു കലാപം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട്, അതായത് ഒരു വിഭാഗത്തെ താറടിച്ച് കാണിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. ഏതായാലും ഇത് വിവാദമാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അല്ലാതെ അറിയാതെ എടുത്ത സിനിമയല്ല ഇത്. ഇത് വിവാദമാകണമെന്നും കൂടുതൽ പേര് ഇതിലേക്ക് എത്തണമെന്നും ഈ സിനിമ ലൈബ്രറികളിൽ എന്നും ഉണ്ടാകണമെന്നും അത് ഒരു വിഭാഗത്തിനെ എന്നും ഇൻസ്പയർ ചെയ്യണമെന്നും വരുംകാല സംഘർഷങ്ങൾക്ക് ഈ സിനിമ ഒരു മുതൽക്കൂട്ടാകണമെന്നും എവിടെയൊക്കെയോ ആരൊക്കെ ചിന്തിച്ചു. ആ ചിന്തിച്ചതിന്റെ ഭാഗമാണ് ഇത്. ഇനിയിപ്പോ ലാലേട്ടൻ അറിയാതാണോ സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളത് നമ്മുടെ പാർട്ടേ അല്ല. അതിപ്പോ ലാലേട്ടനായാലും ഷാരൂഖ് ഖാനായാലും സിനിമ മോശമാണെന്ന് തന്നെ പറയും. ആ സിനിമയിൽ നടന്ന വൃത്തികേടാണെന്ന് തന്നെ പറയും. അതിനകത്ത് നടൻ ഒരു വിഷയമേ അല്ല. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാളികൾക്ക് കുറച്ചുകൂടെ വൈകാരികമായി അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെയൊക്കെ ഈ രീതിയിൽ പോകുന്നു. നടനല്ല ഇതിനകത്ത് ഒരു ഫാക്ട് ഇതാണ്. പക്ഷെ അദ്ദേഹം നടൻ മാത്രമല്ല, ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ്. അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഈ 47-ാം വർഷം സിനിമയിൽ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കളങ്കം തന്നെയാണ് ഈ ഒരു ചിത്രം. കാരണം അദ്ദേഹത്തെ പോലെ ഒരു നടന് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഈ സിനിമ മൂലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇവിടുത്തെ ഒരു ഹൈന്ദവ സംഘടനകളുടെ ഒരു ശക്തി ആയിട്ട് തന്നെ അതിനെ കാണാൻ കഴിയും. ഇല്ലെങ്കിൽ തെറ്റുകൾ തുറന്ന് സമ്മതിക്കാനായിട്ട്, തങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് തുറന്ന് സമ്മതിക്കാനായിട്ട് ഒടുവിൽ അവർ നിർബന്ധിതരാക്കാൻ ആ ഒരു ആൾക്കൂട്ടത്തിന് കഴിഞ്ഞു. ഇല്ലെങ്കിൽ സൈബർ പോരാളികൾക്ക് ആരും തെരുവിലിറങ്ങിയിട്ടില്ല ഈ സിനിമയെ കുറിച്ച്. ശ്രദ്ധിച്ചോ ധനുഷ്? എങ്ങും ആരും തെരുവിലിറങ്ങില്ല ഒരു പ്രകടനവുമായിട്ട്. ആരും മോശമായിട്ടൊരു പദപ്രയോഗം ഒരു പോസ്റ്റിൽ വിട്ടില്ല. ഒരു പിടി
ഹൈന്ദവർ ഇതിനെതിരെ, ഇല്ലെങ്കിൽ സംഘികൾ എന്ന് തന്നെ പറഞ്ഞു. ഒരുപിടി സംഘികള് ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ രംഗത്തിറങ്ങിയപ്പോ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾക്ക് മുട്ടിലിഴയേണ്ട ഒരു അവസ്ഥ വന്നു എന്നുണ്ടെങ്കിൽ വരുംകാല കേരളത്തിൽ ഇതുപോലെയുള്ള ആഭാസങ്ങൾ, അത് ആരുടെയും ഹിന്ദു എന്നല്ലതാ, മുസ്ലിമിന്റേതായാലും ക്രിസ്ത്യാനിയുടേതായാലും അവരുടെയൊക്കെ മതവികാരം ഉണർപ്പെടുത്തുന്ന സിനിമകളിലേക്ക് പോകരുത്. വയലൻസ് ആകാം, വയലൻസ് പറയാം, അതിലൊന്നും തെറ്റൊന്നുമില്ല. ഇവിടെ മുമ്പൊന്നും നമ്മൾ ഈ മതം തിരിച്ചും ജാതി തിരിച്ചും ഒന്നും നടീനടന്മാരെ കാണുന്ന രീതി ഇല്ലായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് അത് കൂടി വരികയാണ്. അതായത് ചില നടന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പ് രംഗത്തെത്തുന്നു, ആ നടന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അത് മാധ്യമങ്ങളാണ് അതിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. അത് ഈ അടുത്ത കാലത്തെ കണ്ടുവരുന്നത്. അത് മോശം പ്രവണതയാണ്. കാരണം ഈ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ജാതിയും മതം നോക്കിയല്ല ഓരോ നടന്മാരും. മമ്മൂട്ടി അഭിനയിച്ച എത്രയോ നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളില്ല, അതിന് മുമ്പ് അഭിനയിച്ചവരില്ല, ഇവരുടെയൊക്കെ ജാതിയും മതവും കാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പൊ ഇതേ രീതിയിലോട്ടുള്ള പോക്ക് അത്ര ആശ്വാസകരമല്ല. സിനിമകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ, കാരണം ഈ വർത്തമാന കാല ഇന്ത്യ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൃത്യമായി അറിയാം. അവിടെ കള്ളത്തരങ്ങൾ കൊണ്ട് അധികം നാൾ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഭാവനയാണ് എന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ സാധാരണ ഇതിൽ എഴുതി കാണിക്കത്തില്ല ഇതിലുള്ള കാര്യങ്ങൾ എന്താണ് യാദൃശ്ചികം സാങ്കല്പികം അങ്ങനെ എന്തോ ഒരു കാര്യം എഴുതി കാണിക്കുമല്ലോ. നിങ്ങൾക്ക് സാദൃശ്യം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് സാദൃശ്യം തോന്നുന്നെങ്കിൽ അത് ചിലപ്പോൾ യാദൃശ്ചികമാണ്. അതൊരു മര്യാദയാണ്, മാന്യതയാണ്. അതെങ്കിലും കുറഞ്ഞ പക്ഷം സിനിമയിൽ ഉണ്ടാകേണ്ടിയിരുന്നു. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടാകേണ്ടിയിരുന്നു. ഏതായാലും ഇതാണ് അതിന്റെ അവസ്ഥ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.